ശ്രീമതി രാജി, ഈ കീടം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ ഭാഷയാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കീടം എന്ന് പറഞ്ഞാൽ എന്താ, പ്രസംഗത്തിനിടയിൽ സ്വാഭാവികമായിട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, ഹരിദാസ്. അങ്ങനെയാണെങ്കിൽ മിനി എന്ന പേര് ഉച്ചരിച്ചുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. കീടം എന്ന് പറയുന്നത് ഏറ്റവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായിട്ട് സ്ത്രീകളെ അതിസംബോധന ചെയ്ത് സംസാരിച്ചതാണ് വ്യക്തി അങ്ങനെ ചെയ്തത്. പക്ഷെ അത് സ്ത്രീ സമൂഹത്തെ എല്ലാം അപമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പുള്ളി സംസാരിച്ചത്. സ്വാഭാവികമായിട്ട് സംസാരിച്ച ഒരിതല്ല, മനഃപൂർവ്വം സംസാരിച്ചു. ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തും പറയാം, സ്ത്രീകളായിരുന്നാലും എന്തും അവർ സ്ത്രീകളെ ശാക്തീകരിച്ചു കൊണ്ടുവരുന്ന സംഘടനയാണ്, സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മതിൽ കെട്ടിയ പാർട്ടിയാണ് ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീകളെ അവർ അധിക്ഷേപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. ഈ നമ്മുടെ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഏത് സംഘടനയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാൻ അധികാരമുണ്ട്. ഒരു ഈർക്കിച്ചൂലെന്ന് പറഞ്ഞു, ഒരു ഈർക്കിലല്ല, അനേകായിരം ഈർക്കിലുകൾ കോർത്തുകൊണ്ടാണ് മിനി ഈ സംഘടന ഇത്രയും ശക്തിപ്പെടുത്തി ഇത്രയും നിലയിൽ എത്തിക്കാൻ പറ്റിയത്. 2013 രജിസ്റ്റർ ചെയ്ത് ഈ സംഘടന പ്രവർത്തിച്ചത്. അന്ന് മുതലേ ഉള്ള ഒരു വ്യക്തിയാണ് ഞാനും. 2019 കേന്ദ്രത്തിലും ഞങ്ങൾ പോയി സമരം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന താഴേക്കിടയിലുള്ള ആൾക്കാർ, കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മിനി. അപ്പം നമ്മുടെ നേതാവിന് മാത്രം കേസെടുത്താൽ പോരാ, ഈ ആശമാരുടെ എല്ലാം നമ്മുടെ അവിടെ എത്തിച്ചേർന്ന എല്ലാ ആശമാരുടെ പേരിലും ഒരു കേസ് എടുക്കേണ്ടി വരും. പിരിച്ച പണത്തിന് കണക്കില്ല എന്നാണ് പറയുന്നത്. അതേസമയം CIT ബക്കറ്റ് പിരിവ് നടത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് കണക്ക് അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ ആരെടുത്തും അങ്ങോട്ടും ഒരു പിരിവ് നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ കണ്ട് ഓരോ സംഘടനകളും നമുക്ക് ഇങ്ങോട്ട് തരികയാണ് ചെയ്യുന്നത്. അതിന് വ്യക്തമായ റെസിപ്റ്റോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആരെയും നിർബന്ധിച്ചോ ചോദിക്കുകയോ ഒന്നും ചെയ്തതല്ല. നമ്മുടെ ഈ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചാനൽ വഴി എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഓരോ ആൾക്കാരും നമുക്ക് കൊണ്ട് ഈ സഹായങ്ങൾ ചെയ്തു തന്നെ. ഫുഡ് ഉൾപ്പെടെ, പൈസ മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഫുഡ് ഉൾപ്പെടെ ഞങ്ങളെ തന്ന് സഹായിക്കുന്ന ഓരോ സംഘടനകളുണ്ട്. ഞങ്ങൾ ഇതിൽ വരുമ്പോഴാണ് ഇത്രയും സംഘടനകൾ ഉണ്ടോ ഈ സമൂഹത്തിൽ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു. ഓരോ ദിവസവും 10 കൂടുതൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘടനകളും ഞങ്ങളെ പിന്തുണച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ കണ്ടിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി ഈ സമരത്തെ തകർക്കാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തളരില്ല. എന്തൊക്കെ പറഞ്ഞാൽ സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി, സ്ത്രീകളും ജനങ്ങൾ മൊത്തം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ആ വിശ്വാസത്തിൽ ഞങ്ങൾ പോകണം. നമ്മുടെ സമരം വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. ഒരിക്കലും അവർ കടുംപിടുത്തം പിടിക്കാതെ, എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഈ സമരത്തെ അവരേത് രീതിയിൽ കാണുന്നു ഒന്നും അറിയില്ല, പക്ഷേ കടുംപിടുത്തത്തിൽ ഇങ്ങനെ ഈ 19ാം ദിവസത്തിലും അവർ നമ്മളോട് ഒരു ചർച്ചയ്ക്കോ ഒന്നിനും വിളിക്കാതെ എന്തിനാണ് ഞങ്ങളെ ഈ തെരുവിൽ കിടത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ശ്രീമതി രാജ, ഒറ്റ കാര്യം കൂടെ, മിനി നിയമപരമായിട്ട് പോകുന്നുണ്ടോ? വക്കീൽ നോട്ടീസ് വന്നു. നമ്മൾ വക്കീലിന് അവരുടെ ഒരു വക്കീലുണ്ടായിരുന്നു, പുള്ളിയെ കേസ് ഏൽപ്പിച്ചു എന്ന് മിനി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.